ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിഷ്വലൈസേഷനെ കുറിച്ചാണ്. ഈ വിഷ്വലൈസേഷൻ ചെയ്താൽ ലോ ഓഫ് അട്രാക്ഷനിൽ വിഷ്വലൈസേഷൻ്റെ പ്രാധാന്യം എന്താണെന്നും അതിൻ്റെ പങ്ക് എന്താണെന്നും അത് ചെയ്താൽ എങ്ങനെ അത് വർക്കാവും എന്നൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാനായിരിക്കുന്നത്. ഞാൻ ലിസ മുൻപോട്ടാണ് മാനിഫെസ്റ്റേഷൻ കോച്ച് ആൻഡ് ഫെങ്ഷി വെൽത്ത് കോച്ച്. ഈ വിഷ്വലൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാര്യം അത് ഒരു ജോലി ആവട്ടെ, വീടാവട്ടെ, വാഹനമാവട്ടെ, വിവാഹമാവട്ടെ, എന്തെങ്കിലും എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പം നമുക്കത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യത 50% കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഒരു ജോലിയാണ് വേണ്ടെന്നിരിക്കട്ടെ. നമുക്കപ്പോൾ ആ ജോലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മുറിയിൽ നമ്മൾ ഒരു സ്വസ്ഥമായൊരു സ്ഥലത്ത്, ഒച്ചയും ബഹളമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ കണ്ണടച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇൻഹേലും എക്സ്ഹേലും ചെയ്തതിന് ശേഷം അത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മളൊരു 1/2 സെക്കൻഡെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വെളിയിലേക്ക് വിടുക. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി തുടങ്ങും. അതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ അതിന് മുമ്പിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ആ സ്ക്രീനിൽ വെള്ള സ്ക്രീനിനകത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളൊരു ഇമാജിൻ ചെയ്ത് ഒരു ഭാവനയിൽ നമ്മളതിനെ കണ്ട് അതിലേക്ക് നമ്മളൊരു സിനിമ കാണും പോലെ ആ ദൃശ്യങ്ങൾ നമ്മൾ അതിലേക്ക് ദൃശ്യവൽക്കരിക്കുക. അതിനാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദൃശ്യവൽക്കരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഈ അഫർമേഷൻ പോലെയും വിഷൻ ബോർഡ് പോലെയും മറ്റനേകം ടെക്നിക്കുകൾ പോലെ, ടൂൾസോ ടെക്നിക്കൊക്കെ പോലെ ലോ ഓഫ് അട്രാക്ഷനുള്ളൊരു ടെക്നിക്കാണത്. അപ്പം നമ്മളത് ചെയ്യുക. ആദ്യം നമുക്കിപ്പോൾ ഒരു ജോലിയാണ് വേണ്ടത്. ഒരു വിദേശത്തൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി വേണം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നേഴ്സായിട്ട് നമുക്കൊരു ജോലി വേണം, അല്ലാന്നുണ്ടെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിലോ ബാങ്കിലോ ഒക്കെ നമുക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടീനെ കണ്ടു അതിന് നമുക്കൊന്ന് കല്യാണം കഴിക്കണം, ഇതൊക്കെയാണ്. നമുക്ക് വീട് വെക്കണം, ഒരു കാർ വേണം, എന്തോ ആയിക്കൊള്ളട്ടെ. നമ്മൾ ഈ സ്ക്രീനിലേക്ക് കണ്ണടച്ചിരുന്നുകൊണ്ട് ഇങ്ങനെ നമ്മളിന്ന് കണ്ണടച്ചിരുന്നുകൊണ്ട് ആ സ്ക്രീനിലേക്ക് അതിനെ ദൃശ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് വേണ്ടത് അത് വ്യക്തമായിട്ട് നമ്മൾ ദൃശ്യവൽക്കരിക്കണം. നമുക്ക് ആദ്യം എന്താ വേണ്ടെന്നൊരു ക്ലാരിറ്റി വേണം. നമുക്കിപ്പോൾ ഒരു വിപ്രോയിൽ ഒരു ജോലിയാണ് വേണ്ടത്. ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിൽ വിപ്രോയിൽ നമുക്കൊരു ജോലി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് കഴിയുമ്പോഴത്തേക്ക് ആ സ്ക്രീനിലേക്ക് നമുക്കിത് ആദ്യം നമ്മുടെ കണ്ണിലേക്ക് തെളിഞ്ഞു വരുന്നത് വിപ്രോ എന്ന് പറയുന്ന ഒരു കമ്പനി, അതിൻ്റെ എംബ്ലമാണ്. അപ്പം നമുക്ക് അവിടെ വേണ്ടത് HR ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു HR ആയിട്ടാണ് നമുക്ക് ജോലി വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം അവർക്ക് വേണ്ടിയിട്ട് മെയിൽ അയക്കുന്നതായിട്ട് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുക. അപ്പോൾ അവരുടെ മെയിൽ അയച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് അയക്കുന്ന സമയത്ത് നമുക്ക് ഒരു നെഗറ്റീവും പാടില്ല. അയ്യോ എനിക്കത് കിട്ടുമോ, എന്നെ കഴിഞ്ഞ് യോഗ്യതയുള്ള ആൾക്കാരില്ലേ, എനിക്കൊന്നും പറഞ്ഞിട്ടുള്ളതായിരിക്കില്ല, ഇതിനു മുമ്പ് ഞാൻ പലതവണ ഇൻ്റർവ്യൂകളിൽ അയക്കുകയൊക്കെ ചെയ്തല്ലോ, എന്നിട്ടൊന്നും എനിക്ക് ജോലി ലഭിച്ചില്ലല്ലോ, ഇനി ഇത് കിട്ടുമോ, അല്ലെങ്കിൽ ഇതാരെങ്കിലും കൊണ്ടുപോകുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയും പാടില്ല. നമുക്ക് ആ ജോലി വേണം, അത് നമുക്കുള്ളതാണ്, അത് യൂണിവേഴ്സ് നമുക്ക് തരുന്നു. ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ലെറ്റർ അയച്ചു, നമ്മൾ മെയിൽ ചെയ്തു. അപ്പം നമുക്കത് കോളിംഗ് മെയിൽ നമുക്ക് തിരികെ വന്നു. അപ്പോൾ അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ട് നമ്മൾക്ക് മെയിൽ വരികയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെല്ലാവരോടും പറയുകയാണ്, എനിക്കിതുപോലെ വിപ്രോ കമ്പനിയിൽ എനിക്ക് വളരെ ഫേമസ് ആണ്, ഇൻ്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്, അവിടെ എനിക്ക് ജോലി കിട്ടി, ഞാൻ അവിടേക്ക് പോവുകയാണ്. നമ്മുടെ വീട്ടുകാരോട് നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പോൾ അവർ പറയുകയാണ്, ഓക്കെ നീ പോയിട്ട് വാ, പിന്നെ നീ ജയിക്കുമെന്ന് കൂട്ടുകാരൊക്കെ നമ്മളെങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്ത് അവർ നമ്മളെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡയറക്ടറുടെ റൂമിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവിടെ നമ്മളോട് ഇരിക്കാൻ പറയുന്നു, നമ്മൾ ഇരിക്കുന്നു. നമ്മുടെ ഫയലിനകത്തുള്ള നമ്മുടെ സർട്ടിഫിക്കേഷൻസൊക്കെ നമ്മളവർക്ക് കൊടുക്കുന്നു. അവരെല്ലാം നോക്കുന്നു, നമ്മളോട് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. നമ്മളവരുടെ ഹാപ്പിയായിട്ട്, ഒരു ഭയം കൂടാതെ ഹാപ്പിയായിട്ട് അവർ ചോദിച്ചതിനൊക്കെ നമ്മൾ മറുപടി പറയുന്നു. ഓക്കെ അവർ നമ്മളോട് പറയും, നമ്മൾ പോകാൻ നേരത്തെ നമുക്ക് കൈ തന്നിട്ട് നമ്മളോട് പറയുവാണ്, ഓക്കെ ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കോള് വരുന്നതാണ്. നമുക്ക് ആ അപ്പോയിൻമെൻ്റ് ലെറ്റർ നമുക്ക് കയ്യിൽ കിട്ടുന്നതായിട്ട് നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നമ്മുടെ മനക്കണ്ണിൽ നമ്മളിങ്ങനെ കാണുക.
അതിനെങ്ങനെ ദൃശ്യവൽക്കരിക്കുക. പിന്നെ കോളിംഗ് ലെറ്റർ നമുക്ക് വന്നു, അല്ല അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമുക്ക് വന്നു, നമ്മൾ കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം അറിയിക്കുകയാണ്, എനിക്കിവിടെ ജോലി കിട്ടി, ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് അറിയിക്കുകയാണ്. അപ്പം നമ്മളൊരു പായസം വെച്ചോ അല്ലെങ്കിൽ ഐസ്ക്രീമോ മിഠായിയൊക്കെ മേടിച്ച് വീട്ടുകാർക്കൊക്കെ വിതരണം ചെയ്ത് നമ്മൾ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പായി നമ്മളവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവർ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ജോലി ഇവിടെയാണ് എന്ന് നമ്മളോട് പറയുവാണ്. അപ്പം നമുക്ക് നമ്മുടെ കീഴിൽ ഇത്ര ആളുണ്ട്, ഇത്ര സൂപ്പർവൈസർമാരുണ്ട്, നിങ്ങളുടെ റൂം ഇതാണ്. അപ്പം നമ്മൾ കാണുവാണ്, നമ്മുടെ റൂം നമ്മൾ കാണുവാണ്. അപ്പം നമ്മുടെ റിവോൾവിംഗ് ചെയറിലിരിക്കുന്ന എതിർവശത്ത് 2-3 സീറ്റുകളുണ്ട്, ചെയറുകളുണ്ട്. അപ്പം നമ്മുടെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടേബിളെല്ലാം മനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊരു 1-2 ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഫയലുകൾ, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. പേപ്പർ വെയ്റ്റ് ഉണ്ട്, പിന്നെ പെൻ ഹോൾഡറുണ്ട്, കലണ്ടറുണ്ട്. ഇങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ നമ്മുടെ മേശപ്പുറത്തിരിക്കുന്നു. നമുക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്നു, എല്ലാവരും വന്ന് നമ്മളെ പുതിയ സാറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും നമ്മളെ വന്ന് കാണാൻ വരുന്നു, പരിചയപ്പെടുന്നു. അവിടെ നമുക്ക് 1-2 കൂട്ടുകാരെ കിട്ടുന്നു. 1-2 ദിവസമായി നമുക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. നമ്മൾക്ക് ഭയങ്കര ഹാപ്പിയായി. ആദ്യത്തെ ശമ്പളം കിട്ടുന്നു. ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എക്സിക്യൂട്ടീവായ ഡ്രസ്സുകളൊക്കെ പോയി മേടിക്കുന്നു. കാരണം HR ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഹൈ ലെവലിലാണ് നമ്മുടെ ജോലി, നമ്മളതാണ് ആഗ്രഹിച്ചത്. അപ്പം നമ്മൾ നല്ല ഹൈ ലെവലിലുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ പോയി മേടിക്കുന്നു. അപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ലൊരു പൊസിഷനാണ് നമ്മുടെ ജോലി ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടാക്കുക, അതൊക്കെ നമ്മൾ പോയി മേടിക്കുന്നു. നമ്മളൊന്ന് ചെറിയൊരു ട്രീറ്റ് കൂട്ടുകാർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നു. അവിടെ നമുക്ക് കിട്ടിയ കൂട്ടുകാർക്കൊക്കെ ഒരു ചെറിയ ട്രീറ്റ് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ സാലറി കിട്ടുന്നു. ആദ്യത്തെ സാലറിയാണ്, നമ്മൾ ആഗ്രഹിച്ച അതേ സാലറി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ദൃശ്യവൽക്കരിക്കുക, മനക്കണ്ണിൽ ഇമാജിനായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് 50% ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചാൻറ്റ് ചെയ്യാം, അഫർമേഷൻ എഴുതാം, നമുക്ക് ചാൻറ്റ് ചെയ്യാം, വിഷൻ ബോർഡിലേക്ക് നമുക്ക് എല്ലാ ദിവസവും നോക്കാം. ഇതെല്ലാം നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് ഒരുപാട് ടൂൾസുകളും ടെക്നിക്കുകളൊക്കെ ഉണ്ട്. നമുക്കൊരു ജോലി ലഭിക്കാനും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്കുകളും ടൂൾസുകളൊക്കെ ഉണ്ട്. അതിലൊന്നാണിത്. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് ഒരു 50%ഓളം ഇത് ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൻ്റെ കൂടെയാണ് മറ്റ് ടൂൾസുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരുപാട് ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു, അറിഞ്ഞു നടന്നു, കിട്ടിയില്ല, നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരുടെയും എല്ലാം കുറ്റപ്പെടുത്താൻ കളിയാക്കലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൂൾസുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ, പല അറിവുകളിലൂടെ അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്യും. നിങ്ങളൊന്ന് ചെറുവിരലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് അനക്കി നോക്കുന്നേ. അപ്പോൾ നിങ്ങൾക്കതങ്ങനെ തീർച്ചയായിട്ടും കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്കൊരു യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഗ്രൂപ്പിലോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അത് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഓർക്കുക, അറിവെന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രകാശമാണ്. അത് നമ്മുടെ അറിവില്ലായ്മയുടെ അന്ധകാരത്തെ എപ്പോഴും നീക്കിക്കളയും. അപ്പം നമുക്ക് അറിവ് കിട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിനെ നമ്മൾ ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു യൂണിവേഴ്സ് ഗൈഡൻസ് ഫോർ മീ.